നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഉറപ്പല്ലേ അത് ഇങ്ങോട്ടുള്ള വരവാന്ന്? ഈ വീട് ഒരു ശരണാലയാക്കാനുള്ള പരിപാടിയാ. ഒരു കാരണവശാലും സമ്മതിക്കരുത്. അത് പിന്നെ സമ്മതിക്കാൻ പറ്റുമോ? പ്രേമേന്ദ്രനെ ഇവിടെ താമസിക്കുന്നത്? അവർക്ക് വേറെ വീടില്ല. വീടെന്ന് അവർക്ക് വീടൊന്നുമില്ല. അതുകൊണ്ടല്ലേ സിദ്ധുവിന്റെ വീട്ടിൽ താമസിക്കുന്നത്. ആദ്യം പ്രേമ വരും, തൊട്ടു പുറകെ പ്രേമയുടെ ഭർത്താവ് അമൃതം വരും, പിന്നെ അച്ഛൻ വരും, പുറകെ സിദ്ധുവും വരും. അപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോവണ്ടേ? നിങ്ങൾ ഓടിക്കാൻ വേണ്ടിയല്ലേ മുത്തശ്ശി ഓരോരുത്തരായിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. അയ്യോ, നിങ്ങൾക്ക് തന്റെ ഇടം ഉണ്ടോന്ന് ഇപ്പൊ അറിയാം. തന്റെ ഇടം ഉണ്ട്, ഞാനിത് കാണിക്കുകയും ചെയ്യും. പ്രേമയും കൊണ്ട് അവളിങ്ങോട്ട് വരട്ടെ, ചൂലെടുക്കും ഞാൻ. ഇത് അവളുടെ വീടാന്ന് പറയും. അപ്പൊ എന്തേ? ആ ചോദ്യത്തിന് മുമ്പിലാ നമ്മൾ തോറ്റു പോകുന്നേ. വീട് അവളുടെ ആയിരിക്കാം, പക്ഷെ ഞാനിതിന് സമ്മതിക്കില്ല. ന്യായോ അന്യായോ ഒന്നും എനിക്കറിയണ്ട. വഴക്കാവും അപ്പോഴോ? ആയിക്കോട്ടെ, എനിക്ക് പേടിയില്ല. ഈ ധൈര്യം അവളുടെ മുന്നിൽ ഇതുപോലെ കാണിക്കാൻ പറ്റിയ രക്ഷപ്പെട്ടു. അവൾക്കിത് എന്തിന്റെ കേടാ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലേ വെക്കുന്നേ? എന്റെ മുത്തശ്ശി, പ്രേമെന്ന് പറഞ്ഞ ആരാ? ദേവികയുടെ ഭാവി നാത്തൂനാണ്, ഭർത്താവാകാൻ പോകുന്നവന്റെ ചേച്ചി. സ്വന്തം നാത്തൂനൊരു പ്രശ്നം വന്നാ കുടുംബസ്നേഹമുള്ള ഏതെങ്കിലും പെണ്ണ് അത് സഹിക്കാൻ പറ്റും. അതാ ദേവിക ഇപ്പൊ ചെയ്യുന്നത്. തടയണം മുത്തശ്ശി. ഇത്തരം നീക്കങ്ങളൊക്കെ മുളയിലേ നുള്ളണം, അല്ലെങ്കിൽ അപകടമാ. നമുക്ക് ഇവിടെ ഇറങ്ങി കൊടുക്കേണ്ടി വരും എന്നേക്കുമായിട്ട്. വരുന്നുണ്ട്, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. പാർപ്പിച്ചേക്കണം. വാ വാ. ഇതാരടി? പ്രേമിച്ചു. അതൊക്കെ മനസ്സിലായി. ഇവിടെ എന്താന്നാ ചോദിച്ചത്? കുറച്ചു ദിവസം പ്രേമിച്ച് ഇവിടെ കാണും. ഇവിടെയോ? അതെന്താ, ഇവർക്ക് വേറെ വീടില്ലേ? ഉള്ള വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാണോ? ഇറക്കി വിട്ടൊന്നുമല്ല, ഇറങ്ങി പോന്നതാ. ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. എനിക്കെന്തിനാ നിങ്ങളുടെ സമ്മതം? ഇത് എന്റെ വീടല്ലേ. എന്റെ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നു. അതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവരെ ഇവിടെ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ തിരിച്ചു പൊയ്ക്കോളാം ദേവികെ. ഞാൻ കാരണം ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവണ്ട. ചേച്ചി ഒന്നും മിണ്ടായിരിക്കേ. ചേച്ചി എങ്ങോട്ടും പോയില്ല. ഇത് ഇവരുടെ വീടൊന്നും അല്ല കിടന്ന് ചാടാ. മറ്റുള്ളവർ മുമ്പ് വെച്ച് സ്വന്തം ഭർത്താവിന്റെ അമ്മയും വീട്ടുകാരെ അപമാനിക്കുന്നത് ശരിയാണോ? ശരിയും തെറ്റൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. വഴിപോക്കണേ ആ സ്ഥാനത്തങ്ങ് നിന്നേച്ചാ മതി, വീട്ടുകാരനാവണ്ട. ഈ വീട്ടിൽ ഇവൻ താമസിക്കുന്നുണ്ടല്ലോ. ഇവൻ ആരാ? ഇവന് താമസിക്കാമെങ്കിൽ ചേച്ചിക്കും താമസിക്കാം. ഇവനെ പോലെയാണോ ഇവര്? ഇവനെന്താ പ്രത്യേകത? കൊമ്പ് വല്ലതും ഉണ്ടോ? ഇവൻ നിത്യ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ചേച്ചി വന്ന് ആരാ തടയാൻ ഞാൻ നോക്കട്ടെ. വഴിന്ന് മാറടാ, അല്ലെങ്കിൽ നീ വീണ്ടും അകത്ത് കിടക്കും. മാറ അങ്ങോട്ട്. വാ ചേച്ചി. ഇങ്ങനെയാണോ തടയുന്നത്? ഒട്ടും എരിയും പുളി ഉണ്ടായിരുന്നില്ല. ഞാനൊരു വലിയ ബഹളമാണ് പ്രതീക്ഷിച്ചത്.
ഒച്ചപ്പാടുണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ. പിന്നെ തോന്നി അങ്ങനെ ചെയ്താ അത് നിന്നെ ബാധിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ വഴങ്ങിയത്.